എല്ലാ സാമൂഹിക വിഷയങ്ങളിലും പരസ്യമായി അഭിപ്രായം പ്രകടിപ്പിക്കാറില്ലെങ്കിലും ഇടപെട്ട ചില വിഷയങ്ങളിൽ അതിരൂക്ഷമായാണ് എം.ടി. വാസുദേവൻ നായർ പ്രതികരിച്ചിരുന്നത്. അത്തരത്തിലൊന്നായിരുന്നു രാജ്യത്തെ ജനലക്ഷങ്ങളെ വലച്ച ഒന്നാം മോദി സർക്കാരിന്റെ നോട്ട് നിരോധനം. ഇതിനെതിരെ പലതവണയാണ് പൊതുവേദികളിലടക്കം വിമർശനവുമായി എം.ടി. രംഗത്തെത്തിയത്. രാജ്യത്തിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത നീക്കത്തെ തുടർന്ന് മോദിയെ തുഗ്ലക്കിനോടാണ് അദ്ദേഹം ഉപമിച്ചത്. ഇത് സംഘ് പരിവാർ കേന്ദ്രങ്ങളെ ചെറുതായൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ എം.ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. നോട്ട് നിരോധനം സാധാരണക്കാരന്റെ ജീവിതം താറുമാറാക്കിയെന്നും തുഗ്ലക്കിനെ പോലെ മോദിക്കും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നുമാണ് എം.ടി. തുറന്നടിച്ചത്. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപനത്തിന് ശേഷം രാജ്യത്തുണ്ടായിരുന്ന പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണെന്നും ഈ സാഹചര്യത്തിലും പ്ലാസ്റ്റിക് മണിയെക്കുറിച്ചാണ് ചിലർ സംസാരിക്കുന്നതെന്നും ഇതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നോട്ട് നിരോധനത്തെ തുടർന്ന് തുഞ്ചൻ സാഹിത്യോത്സവം നടത്താൻ പോലും ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയാണെന്ന് തന്നെ സന്ദർശിച്ച CPM പോളിറ്റ് ബ്യൂറോ അംഗം M.A. ബേബിയോട് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങാമായിരുന്നു, എന്നാൽ ഇന്ന് ആരുടെ കയ്യിലും പണം ഇല്ലാതിരിക്കുകയാണെന്നും M.D. പറഞ്ഞു. സാഹിത്യോത്സവത്തിനുള്ള ഫണ്ടിന്റെ കാര്യത്തിൽ ഇടപെടാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ബേബി മടങ്ങിയത്. നോട്ട് നിരോധന പ്രഖ്യാപനത്തിന് ശേഷം രാജ്യത്തുണ്ടായ നോട്ട് പ്രതിസന്ധി തുടരുകയാണെന്ന് തന്നെ വീട്ടിലെത്തിക്കണ്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് M.D. പറഞ്ഞിരുന്നു. പിന്നീട് മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് മലയാളം വിഭാഗം സംഘടിപ്പിച്ച M.D.യുടെ രചനാലോകം എന്ന ദേശീയ സെമിനാറിന്റെ ഭാഗമായ മുഖാമുഖം പരിപാടിയിലും M.D. നോട്ട് നിരോധനത്തിനെതിരെ പ്രതികരിച്ചിരുന്നു. അതുതന്നെ വ്യക്തിപരമായി ബാധിക്കുന്നില്ലെങ്കിലും വീട്ടുകാരെ പ്രയാസപ്പെടുത്തുകയാണ്. നിത്യജീവിത വിനിമയത്തിന് 2000 രൂപ തടസ്സമാവുകയാണ്. നമ്മുടെ കടകളിൽ നിന്നും അത് മാറിക്കിട്ടുക പ്രയാസം തന്നെയാണ്. ഇതിനൊരു പരിഹാരം തന്റെ കയ്യിലുമില്ല എന്നായിരുന്നു സാഹിത്യ സെമിനാറിൽ M.D.യുടെ പ്രതികരണം. മോദി വിമർശനത്തിന് പിന്നാലെ BJP RSS നേതാക്കൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. സംഘ് പരിവാർ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലും M.D.ക്കെതിരെ അധിക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു. മോദിയെ വിമർശിക്കാൻ M.D. ആരാണെന്നായിരുന്നു BJP നേതാവ് A.N. രാധാകൃഷ്ണന്റെ പ്രതികരണം. M.D. വിമർശനങ്ങൾക്ക് അതീതനല്ലെന്ന് കുമ്മനം രാജശേഖരനും പറഞ്ഞിരുന്നു.